ഇവിടെ കുറേ ചട്ടമ്പികളുണ്ട്. അവന്മാർ നല്ല മിടുക്കന്മാരാണ് കേട്ടോ. കുട്ടികൾ പാർക്കർ എന്ന് പറയുന്ന ഒരു അഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാർക്കോർ എന്നാണ് കറക്റ്റ് കേട്ടോ. അത് എനിക്കറിയത്തില്ല. കുട്ടികൾ പറഞ്ഞ് തിരുത്തി പാർക്കർ അല്ലെങ്കിലേ പാർക്കോർ. ഈ അങ്കിളിന് എന്തറിയാം എന്നാണ് പാർക്കോർ അല്ലേ? പാർക്കോർ ഇഷ്ടമാണോ? അത് പ്രണവ് മോഹൻലാൽ ആദിയിൽ ചെയ്യുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതല്ലേ? അല്ല അല്ലേ? അത് ഞാൻ എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആദി എന്ന സിനിമയിൽ പ്രണവ് മോഹൻലാൽ ഈ പാർക്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആ ആദിയിലെ പ്രണവ് മോഹൻലാലിനെ പരിശീലിപ്പിച്ച ഒരു കക്ഷി നമുക്കൊപ്പം ഉണ്ട്. ഡെജിൻ എന്നാണ് പേര്. ഡെജിൻ, വെരി ഗുഡ് മോർണിംഗ് ഡെജിൻ. ഹാപ്പി ഈസ്റ്റർ ടു ഓൾ ഓഫ് യു. ആ എനർജി ഉണ്ടല്ലോ, ആ എനർജിയാണ് ഇന്നത്തെ പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ എവിടെയുള്ളവരാ? സ്ഥലങ്ങളൊക്കെ എവിടെയുള്ളവരാ? ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാണോ? മെട്രോമാക്സ്. ഓക്കെ, തലശ്ശേരി. ഹായ് സർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ സന്തോഷം. ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഈ പാർക്കോറിനെ കുറിച്ച് കൂടി ഞാനൊന്ന് പറയാം. ഈ വെക്കേഷന് മൊബൈൽ ഫോണുമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും ആ മൊബൈൽ ഫോൺ കൊടുത്ത് കുഞ്ഞുങ്ങളെ തൽക്കാലത്തേക്ക് അടക്കി ഒതുക്കിയിരിക്കുന്ന രക്ഷിതാക്കളും പ്രത്യേകം അറിയാൻ, ഈ വെക്കേഷൻ കാലത്ത് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ പഠിക്കാവുന്ന കുറേ അഭ്യാസങ്ങളുണ്ട്. ഈ പാർക്കോർ കാണുമ്പോൾ നമുക്കൊരു ഞാൻ കുറച്ച് നേരമായിട്ട് എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പിള്ളേരിങ്ങനെ തലകുത്തി പറയുന്ന കാണുമ്പോൾ പിള്ളേർ തലകുത്തി പറയുമ്പോൾ വീട്ടുകാർ പറയും ഇത് അടങ്ങിയില്ലടാ എന്ന് പറയും. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത് രജി? ഇപ്പം കൂടുതലായിട്ട് നമ്മൾ കാണുന്ന പിള്ളേർ ഫോണിൽ കളിക്കുന്നൊക്കെയാണ്. സോ അതിനേക്കാളും ബെറ്റർ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഓടിയും ചാടിയും കളിക്കുന്ന ആ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത് പിള്ളേർക്ക്. സോ അതില്ലാണ്ട് ഇപ്പോൾ ഫോണിൽ കളിച്ച് നമ്മുടെ കണ്ണും കാര്യങ്ങളൊക്കെ കേടാക്കുന്നതിനേക്കാളും നല്ലത് സേഫ് ആയിട്ടുള്ളൊരു ട്രെയിനറുടെ അടുത്ത് പാർക്കോർ പഠിക്കുന്നതാണ്. ആൻഡ് പാർക്കോർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലിപ്പ് മാത്രമല്ല, നമ്മളിങ്ങനെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർക്ക് ഈ റോളിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ അവരുടെ ഹെഡും കാര്യങ്ങളും ബോഡി കംപ്ലീറ്റ് സേഫ് ആയിരിക്കും. അതേപോലെ അവർ അവെയർ ആയിരിക്കും എങ്ങനെ ഏത് സിറ്റുവേഷനിൽ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതും. അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഫ്യൂച്ചറിലേക്ക് വരും ചെയ്യും. പിന്നെ അതേപോലെ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ നല്ല രീതിയിൽ കുറയും. കാരണം ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതാണ്. അപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പുതിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് പാർക്കോറിനെ കൂടി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ്. ഹായ്, പാർക്കോർ ഇഷ്ടമാണോ? തലകുത്തി മറിയാറുണ്ടോ? വീട്ടിൽ തലകുത്തി മറിയുമ്പോൾ അമ്മ ചീത്ത പറയാറില്ല. അതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ സാധാരണ വരിക്കും എന്നും പറഞ്ഞ് അനാവശ്യമായിട്ട് ഈ ട്രെയിൻഡ് അല്ലാത്ത രീതിയിൽ തലകുത്തി പറഞ്ഞാൽ കുഴപ്പമാവും. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന കൊച്ചു അഭ്യാസങ്ങളേ ഉള്ളൂ. ആ അഭ്യാസങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയുക ഇത് ട്രെയിൻഡ് അല്ലാതെ നിങ്ങൾ പരീക്ഷിക്കുകയും വരുന്നത്. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില ഇഞ്ചുറിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അപകടകരമായ സ്ഥലത്ത് പോയിട്ട് തലകുത്തി മറിയരുത്. കട്ടിലൊക്കെ കിടന്ന് തലകുത്തി മറിയരുത് നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്. തലകുത്തി മറിയലിൽ താങ്കളൊരു ചാമ്പ്യനാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തിനാണ് മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇവരൊക്കെ ഏതൊക്കെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്? ബിഗിനർ സ്റ്റുഡൻസ് ആണ്. നമ്മളൊരു സമ്മർ ക്യാമ്പ് എന്നുള്ള ലെവലിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ നല്ല പ്രോഗ്രഷൻ ഉള്ള കുട്ടികളാണ്. നമുക്കൊരു ബേസിക്സ് ലെവൽ എന്നുള്ള ലെവൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പോകുന്ന കുട്ടികളാണ്. ഓക്കെ. പിന്നെ പറയാനുള്ളത് നമ്മുടെ 2 ഗ്രൂപ്പ് ഉണ്ട്. ക്രോം കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഫിറ്റ്നസ് സെന്ററിലെ കുട്ടികളും ഉണ്ട്. അതേപോലെ മെട്രോമാക്സ് എന്ന് പറഞ്ഞ ഒരു അപ്പാർട്ട്മെന്റിലെ കുട്ടികളുണ്ട്. എനിക്ക് ആ ഒരു അപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്, അവരുടെ പാരന്റ്സ് നല്ല രീതിയിൽ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ ആയിട്ടും ക്രിക്കറ്റ് ആയിട്ടും അവരുടെ പാരന്റ്സ് ഇവിടെ ഉണ്ട്. അപ്പം ആരെങ്കിലും ഒരാളൊന്ന് വരാമോ? ഇവിടുന്ന് നമസ്കാരം മാം, എവിടെ മെട്രോ? കൊടുങ്ങല്ലൂരാണ്. ഇവിടെ ഫ്ലാറ്റിലാണ്. കുട്ടികളെ ഡോക്ടറാണ് ഇവിടെ കാലിക്കറ്റ്. എന്താണ് എന്താണ് ഗ്രാൻഡ് ചൈൽഡ് ആണോ? ദേവ്റാം. ഇയാൾ ഒരാളെ ഫോർത്ത് സ്റ്റാൻഡേർഡ് ആണ് അല്ലേ? ചോയ്സ്. ഈ വെക്കേഷനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെലവാക്കുന്നത്? ഇല്ല, കുട്ടിക്ക് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, പിന്നെ പാർക്കോ ക്ലാസ് ഉണ്ട്. ഡാൻസ്, പാട്ട് അല്ലേ? പിന്നെ പാർക്കോർ ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്. കുത്തിമറിയലുണ്ടോ വീട്ടില്? ഇല്ല, വീട്ടിലില്ല. അവന്റെ കുത്തിമറി നല്ല ഹൈപ്പറാണോ ആള്? അത്യാവശ്യം ആക്റ്റീവാ. വെരി ഗുഡ്. പാട്ടൊക്കെ പാടുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് പാർക്കോർ ഒക്കെ ചെയ്ത് കാണിക്കണം. ഓക്കെ, ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഈസ്റ്റർ. എന്ത് ചെയ്യുന്നു മാം? ഞാൻ ഒരു സ്റ്റേ അറ്റ് ഹോം മോം ആണ്. And in fitness influence also the upcoming, and that's my son Nevin. എന്താ പേര്? Nevin. ഓക്കെ. ഇവനെങ്ങനെയാ, ചട്ടമ്പിയാണോ? Naughty and he is restless. ഹൈപ്പർ ആണ്. Very hyper. വെരി ഗുഡ്. ഹൈപ്പർ ആണോ? നോട്ടിയാണ്. അമ്മ പറഞ്ഞാൽ കേൾക്കൂലേ? ചിലപ്പോൾ കേൾക്കൂല, ചിലപ്പോൾ കേൾക്കും അല്ലേ? തലകുത്തി മറിയലുണ്ടാ? ഇഷ്ടമാണോ പാർക്കോർ? യെസ്, ഇഷ്ടമാണോ ഇവന്? എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പ്രത്യേകിച്ച് കുറച്ചൊരു ആക്റ്റീവായ കുട്ടികളുണ്ടല്ലോ, നമ്മൾ ഹൈപ്പർ റണ്ണറാണ്, അത്ലറ്റിക്സ് ചാമ്പ്യൻ ആണ്. ഓഹാ, എനർജി ഉണ്ട് അല്ലേ? അപ്പോൾ ഹൈപ്പർ ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് അത്ലറ്റിക് ടാലന്റ് ഉണ്ടാവും. അവരെ ഇങ്ങനെ കുറച്ചേരം ഓടിക്കുമ്പോൾ തന്നെ ഒന്ന് ടയർഡ് ആവും. എവറി ഹാഫ് ആൻ അവർ ആൾക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ആണോ?
ആണോ? football playing. വെരി ഗുഡ്. മേ ബി ദ നെക്സ്റ്റ് മെസ്സി. ഓക്കെ ഗുഡ്. മെസ്സി ഇഷ്ടമല്ലാത്ത റൊണാൾഡോ? ഓ റൊണാൾഡോ ചാമ്പ്യൻ ആണ്. ദാറ്റ്സ് വൈ C7. ഓ സോറി 7 കണ്ടു ഞാൻ. ഓക്കെ സോ ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. വെക്കേഷൻ ഇവരെ വീട്ടിലിങ്ങനെ അടക്കിയിരുത്തുക എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷനാണ് അല്ലേ? ആ ടെൻഷൻ എനിക്കില്ല, ആളെ വെച്ചിട്ടില്ല. ഓക്കെയാണ്, കോപ്പറേറ്റീവ് ആണ്. ഗുഡ്. അപ്പോൾ നമുക്കൊരു പാർക്കിൻ്റെ ഒരു സാധനം കണ്ടാലോ? ഒരു സാധനം എങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടിട്ട് പോകാം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ തന്നെ എനിക്കറിയാം, തിരക്കുണ്ട്. പക്ഷേ ഈസ്റ്റർ ദിനത്തിൽ ഈ അവധിക്കാലം കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് ഈ കുട്ടികളെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റികളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ശ്രമിക്കുന്നത് തിയേറ്റർ ആക്ടിവിറ്റിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനാണ്. ഒരു ക്യാമ്പ് കഴിഞ്ഞു, 7 ദിവസത്തെ ക്യാമ്പായിരുന്നു. ലോങ് ടെർമി എന്ന് പറയുന്ന കൊച്ചിയിലെ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ചന്ദ്രഹാസ സാറിൻ്റെ ക്യാമ്പിലാണ് പങ്കെടുത്തത് 7 ദിവസം. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ക്യാമ്പുണ്ട്, ആ ക്യാമ്പിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. 1 മാസമുണ്ട്. ആ ക്യാമ്പിലൊക്കെ പോയി കുട്ടികൾ വരുമ്പോൾ അവർ മെച്ചപ്പെടും എന്നുള്ളതാണ്. ഹായ് മാം, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. ഓക്കെ. ഞങ്ങള് ഒരു വലിയൊരു ടീമാണ് വന്നിരിക്കുന്നത്. മെട്രോമാക്സ് എന്നാണ്, ഫ്ലാറ്റ് എന്നാണ്. അപ്പൊ ഞങ്ങളുടെ കുട്ടികൾ എന്ന് വെച്ചാൽ എല്ലാവരും ശരിക്കും ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഒതുങ്ങി ഒരു റൂമിൽ അടഞ്ഞുകൂടിങ്ങിരുന്നു. പക്ഷെ മെട്രോമാക്സ് അങ്ങനെയല്ല. മെട്രോമാക്സ് ടീം ഒന്ന് കൈവെക്കോ എല്ലാവരും. So we have a lot of sports activities and everything. So very active team-ആണ് നമ്മുടെ മെട്രോമാക്സ്. എന്തൊക്കെയാണ് ഈ കുട്ടികൾക്ക് വെക്കേഷൻ പ്ലാൻ നിങ്ങളുടേത്? അങ്ങനെ ഒരു നല്ല റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സമൂഹം നന്നാണെങ്കിൽ തന്നെ പിന്നെ കുട്ടികളെ വളർത്തുന്നത് ബുദ്ധിമുട്ടില്ലെന്നാണ് പൊതുവെ പറയാറ്. ഞങ്ങൾക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഫുട്ബോളിൻ്റെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഫുട്ബോളിൻ്റെ ലീഗ് നടന്നിട്ടുണ്ടായിരുന്നു. അണ്ടർ 10, അണ്ടർ 13, അണ്ടർ 18 വരെ ഇവരൊക്കെ അതിൽ പാട്ടായിരുന്നു. സോ വെക്കേഷൻ ഈസ് നോട്ട് ബോറിംഗ്. TV മുന്നിൽ ഒന്നുമല്ല, ആക്റ്റീവ്ലി ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കോച്ചിങ്, ബാഡ്മിൻ്റൺ കോച്ചിങ്, ഇവരുടെ പാർക്കറിൻ്റെ സ്പോർട്സ് ജനറലി ആനുവൽ ഓൾവേസ് എൻഗേജ്. ഇറ്റ് ഈസ് ഓൾവേസ്. യെസ്, അതായിരിക്കണം. അപ്പോൾ വെക്കേഷൻ സമയത്ത് ഓൾവേസ് എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. വായന, കളികൾ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.